തിന്നു നോക്കി. കശുമാങ്ങപ്പഴം. ഇന്ന് ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. കാരണം നമ്മുടെ ഹോസ്റ്റൽ ലൈഫിൽ നിന്നൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് വീട്ടിലേക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടി വരുമ്പം ഒന്ന് പറമ്പിൽ കൂടെയൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുമ്പോൾ ഇങ്ങനത്തെ സാമഗ്രികളൊക്കെ കാണുമ്പം എനിക്ക് ചില ഓർമ്മകൾ വരും കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 കിലോമീറ്റർ ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക്. സോ സ്കൂളിലേക്ക് പോക്ക് എനിക്കത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഒറ്റ പോക്കിന് ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ എത്തും. തിരിച്ച് കയറി വരുന്നതാണ് 2 മണിക്കൂറോളം എടുത്തിട്ടാണ്. കാരണം വല്ല ചാമ്പക്കയോ മാങ്ങാപ്പഴമോ മാമ്പഴമോ എല്ലാം ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറിച്ച് തിന്നൊക്കെയാട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നത്. സോ വല്ലപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഡോസും കിട്ടിയിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഉടുപ്പയിൽ കറയും കാര്യങ്ങളൊക്കെ പറ്റിയതില്ല കേട്ടോ. അതൊക്കെ പോട്ടെ. എന്തായാലും ഞാൻ ഇന്ന് ആദംകുട്ടൻ്റെ അടുത്ത് ഈ മാമ്പഴം കൊടുത്തപ്പം അവൻ്റെ എക്സ്പ്രഷനാണിത്. സോ ഇത് തിന്നാൻ പറ്റുന്നൊരു സാധനമാണെന്ന് പോലും പുള്ളിക്ക് അറിയില്ല കേട്ടോ. സോ ഇങ്ങനൊരു സംഭവം നമ്മുടെ വീട്ടിൽ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടെങ്കിലും പുള്ളി കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ അത് തിന്നാൻ പറ്റുമെന്ന് ഇതുവരെ അറിയത്തുണ്ടായിരുന്നില്ല. ഞാനത് കൊടുത്തപ്പം പുള്ളിക്കാരനുണ്ടായ എക്സ്പ്രഷൻ കേട്ടോ അത്. എന്തായാലും ക്യാഷ്യൂനട്ട് തിന്നാലുണ്ടാകുന്ന പരിണിതഫലങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ നമുക്ക് പച്ചക്ക് തിന്നാൻ പറ്റില്ലല്ലോ, അതും കൂടെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ എന്തായാലും. സോ ഞാൻ മാമ്പഴം തിന്നാൻ കൊടുത്തു, അവന് പറ്റിയില്ല. ഞാനത് തിന്ന് കാണിച്ചു കേട്ടോ അവനെ. സോ അവനതിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പുള്ളി അത് അയ്യേ അമ്മ ഇങ്ങനെ തിന്നാൻ പാടില്ല, അതൊക്കെ തിന്നാൻ എന്തെങ്കിലും വരും എന്നൊക്കെയാണ് പുള്ളി പറയണത്. എന്തായാലും അതും തിന്നാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ന് ഞാൻ അവനെ പഠിപ്പിച്ചു കൊടുത്തു കേട്ടോ ഇന്ന്.